നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഈ രാജ്യത്ത് മായം കലർന്ന ഉൽപ്പന്നങ്ങൾ ഇന്നും ഇന്നലെയുമല്ല കോർപ്പറേറ്റുകളായിരുന്നാലും അതുപോലെ തന്നെ ചെറുകിട വ്യാപാരികളും ഒക്കെ വിറ്റ് തുടങ്ങിയത്. ആ മായം കലർന്ന ഉൽപ്പന്നങ്ങൾ ഈ രാജ്യത്തുള്ളവർ വാങ്ങിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് മറ്റേത് രാജ്യത്തിനേക്കാൾ വലിയ തോതിൽ മായം കലർത്തിവിടാനും അതൊന്നും ഒരു പ്രശ്നമല്ല. അതൊക്കെ സ്വാഭാവികമാണ്. യഥാർത്ഥ ജീവിതത്തിൽ 5 മുതൽ 10% വരെ മായം കലർത്തിയ സാധനങ്ങൾ, അത് ഭക്ഷ്യ സാധനങ്ങളാകട്ടെ അതല്ലെങ്കിൽ മറ്റ് ഭക്ഷ്യേതര സാധനങ്ങളാകട്ടെ, ഇന്ധനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ എത്തനോൾ ചേർത്തിട്ടുള്ള പെട്രോൾ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണല്ലോ G20 ജനതാ പാർട്ടിയും അതുമായി ബന്ധപ്പെട്ട അടുത്ത ജൻസി പ്രക്ഷോഭവും തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഇതിനെ സോഷ്യൽ മീഡിയയിലെ ഒരു തരംഗമെന്നോ അല്ലെങ്കിൽ സൈബർ ലോകത്തുള്ള ഒരു പ്രക്ഷോഭ പരിപാടിയെന്നോ ഒക്കെ പറയാനേ കഴിയുകയുള്ളൂ. പാറ്റ കൂട്ടായ്മ ജന്തർ മന്ദറിൽ കണ്ടതാണ്. അതിൻ്റെ ആഴവും വ്യാപ്തിയും എന്താണെന്ന് കൃത്യമായി കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയതാണ്. താൽക്കാലികമായി ഒന്ന് അയഞ്ഞില്ലെങ്കിൽ അത് തൻ്റെ പ്രധാനമന്ത്രി കസേരയ്ക്ക് കോട്ടം തട്ടുമെന്ന തിരിച്ചറിവിലാണ് നരേന്ദ്രമോദി ഒടുവിൽ പല രീതിയിലും താഴേക്ക് ഇറങ്ങി വന്ന് പല മാപ്പപേക്ഷകളുമായി വന്ന് വിദ്യാർത്ഥികളെ തണുപ്പിക്കാൻ പുതിയ എന്തെങ്കിലും ജാലവിദ്യയുണ്ടോ, എന്തെങ്കിലും തന്ത്രമോ കുതന്ത്രമോ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയത്. എത്തനോൾ കലർന്ന പെട്രോൾ ഈ രാജ്യത്തുള്ളവർ വാങ്ങിക്കുമ്പോൾ അതിന് അധികമായി എടുക്കുന്ന നികുതി കേന്ദ്ര സർക്കാർ ഒഴിവാക്കണമെന്ന പുതിയ നിബന്ധനയുമായാണ് ഇപ്പോൾ കൃത്യമായും G20 ജനതാ പാർട്ടി എന്ന രീതിയിൽ പുതിയ സംഘടന പറയുന്നത്. നോക്കൂ, G20 ജനതാ പാർട്ടി ആയാലും കോക്രോച്ച് ജനതാ പാർട്ടി ആയിരുന്നാലും ഇനി വരാൻ പോകുന്ന ജൻസി പ്രക്ഷോഭങ്ങൾക്കും ഒക്കെ മുമ്പത്തെ കാലത്തെ പോലെ ഒരു രീതിയല്ല. മുമ്പത്തെ കാലത്ത് ഉണ്ടായ സമര പരിപാടികൾ, പ്രത്യേകിച്ചും ഡൽഹി കലാപമാണല്ലോ അതിൽ ഏറ്റവും മുഴച്ചു നിൽക്കുന്നത്. ആ പരിപാടികളൊക്കെ കെട്ടടങ്ങുമ്പോൾ പിന്നീട് BJP അതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി നമുക്ക് എല്ലാവർക്കും അറിയാം. 2021 ശേഷം BJP ഈ സമര പരിപാടികളുമായി ബന്ധപ്പെട്ട്, അതായത് ജാമിയ മിലിയ സർവകലാശാലയിലും മറ്റുമായി നടന്ന പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ, ഡൽഹിയിലെ കലാപ സാഹചര്യങ്ങളെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് എന്നുള്ള കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. അത് പരിശോധിച്ചാൽ മനസ്സിലാകും. കാത്തിരുന്ന് പക വീട്ടുന്ന സ്വഭാവം നരേന്ദ്രമോദിക്കുണ്ട്. അത് ഗുജറാത്ത് സാഹചര്യം മനസ്സിലാക്കുന്നവർക്കും അത് നന്നായി മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഇവിടെ CJP നേതാക്കളെ കാത്തിരുന്ന് ഉപദ്രവിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്. പക്ഷെ അവിടെ CJP ഒരു മുൻകരുതലെടുത്തു. ഇതൊരു രാഷ്ട്രീയ പാർട്ടി ആക്കിയാൽ മാത്രമേ CJP അങ്ങനെ ഒതുക്കാൻ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള 60% വരുന്ന ജനം നേരിട്ടും അല്ലാതെയും അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കും. ഇവർക്ക് എവിടെ നിന്നാണ് ഫണ്ട് കിട്ടിയതെന്നുള്ളതാണ് അമിത്ഷായുടെ അടുത്ത ചോദ്യം. ആ ഫണ്ട് എന്ന് പറയുന്നത് രാജ്യത്തെ മതമൗലികവാദികളുടെ കയ്യിൽ നിന്നും കുഴൽപ്പണമായോ മറ്റുമായി വാങ്ങിയെടുത്തതാണോ എന്ന അന്വേഷണം ഉൾപ്പെടെ നടത്താനാണ് നീക്കം. പക്ഷേ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യവും ജനാധിപത്യവും നീതിബോധവും അതുപോലെ അംബേദ്കറുടെ ഭരണഘടനയും എല്ലാ അർത്ഥത്തിലും നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുകിട വ്യാപാരികൾ അനേകമുണ്ട്. അത് ഇവരെല്ലാം മറന്നുപോയി.